പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 5 മുതൽ 6 വരെ തിരുവചന ഭാഗങ്ങൾ. ഈ തൈലം പാഴാക്കിക്കളഞ്ഞത് എന്തിന്? ഇത് 300-ലധികം ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ അവളെ കുറ്റപ്പെടുത്തി. യേശു പറഞ്ഞു, ഇവളെ സ്വൈര്യമായി വിടുക, എന്തിന് ഇവളെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ബഥാനിയായിലെ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് ഒരു കൽഭരണി നിറയെ വിലയേറിയ നാർദിൻ സുഗന്ധ തൈലവുമായാണ് ഒരു സ്ത്രീ കടന്നു വന്നത്. ആ സ്ത്രീ ഈ തൈലം ഈശോയുടെ ശിരസിൽ ഒഴിക്കുന്നത് കണ്ട് അമർഷം തോന്നിയ അവിടെയുണ്ടായിരുന്ന ചിലർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വിലയേറിയ ഒന്ന് വെറുതെ പാഴാക്കിക്കളഞ്ഞു എന്ന് വിചാരിച്ചാണ് ചിലർ ഇപ്രകാരം പറഞ്ഞത്. അവരുടെ കണ്ണിൽ പാഴായിപ്പോയി എന്ന് തോന്നിയ ഒന്നിനെ ഈശോ വിലയുള്ളതായി കണക്കാക്കി. ഈ സംഭവം നടക്കുന്നത് ഈശോ കുഷ്ഠരോഗത്തിൽ നിന്നും സൗഖ്യം നൽകിയ ശിമയോന്റെ വീട്ടിൽ വച്ചാണെന്ന് ഓർക്കണം. ശിമയോന് കുഷ്ഠരോഗത്തിൽ നിന്നും സൗഖ്യം കിട്ടിയെങ്കിലും അവിടെ കൂടിയിരുന്ന ചിലരുടെ മനസ്സിലും കുഷ്ഠം ഉണ്ടായിരുന്നുവെന്ന് ഈശോ തിരിച്ചറിഞ്ഞു. മനുഷ്യൻ്റെ കണ്ണിൽ പാഴായി എന്ന് തോന്നുന്ന പലതിനെയും വിലയുള്ളതായി കണക്കാക്കാനാണ് ഈശോയ്ക്കിഷ്ടം. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതെല്ലാം ഈ നാർദിൻ തൈലം പോലെയാണ്. അത് ചിലപ്പോൾ നമ്മുടെ സമയമാകാം, അധ്വാനമാകാം, സേവനമാകാം, എന്തുമായിക്കോട്ടെ. അത് മറ്റുള്ളവർക്ക് പാഴായിപ്പോയ പോലെ തോന്നുമെങ്കിലും ഈശോയ്ക്ക് അത് അത്രയേറെ വിലപിടിപ്പുള്ളതാണ്. ഈ ദേവാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണെന്ന് ചിലരൊക്കെ ചോദിക്കുമ്പോഴും ഈശോ പറയും, മറ്റുള്ളവരുടെ കാഴ്ചയിൽ പാഴെന്ന് തോന്നുന്നത് എൻ്റെ കണ്ണിൽ അത്രയേറെ വിലയുള്ളതാണെന്ന്. ഈശോയുടെ കണ്ണിൽ വിലയുള്ളതിനെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാനുള്ള കൃപ നമുക്കും ലഭിക്കട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷത്തിനും വിലയുള്ളതാണെന്ന ബോധ്യം നമ്മുടെ കുടുംബങ്ങളിലും വളരട്ടെ. നാർദിൻ തൈലത്തിൻ്റെ സുഗന്ധം നമ്മുടെ ജീവിതങ്ങളെയും സുഗന്ധപൂരിതമാക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.